നമസ്കാരം. അറിവിൻ്റെ ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് മാത്രമല്ല കാറ്റഗറി ബേസിൽ കൂടി ആയിരിക്കും ഓരോ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സീറ്റ് അവൈലബിലിറ്റി ഉണ്ടാവുക എന്ന്, ഓരോ കുട്ടികൾക്കും അതെങ്ങനെയായിരിക്കും ലഭിക്കുക എന്ന രീതിയിലൊക്കെ, അതായത് അവരുടെ കാറ്റഗറി ബേസിൽ എങ്ങനെയാണ് അതിനുള്ള ചാൻസ് ഉള്ളത്, കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നിവ LBS സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. എല്ലാവരും അത് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, LBSന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളും അത് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന് കഴിഞ്ഞപ്പോഴും അഡ്മിഷൻസ് കിട്ടിയ അല്ലെങ്കിൽ സീറ്റ് ലഭിച്ച എല്ലാ കുട്ടികൾക്കും എന്താണ്, കൺഗ്രാറ്റ്സ്, ഇനിയും അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അപ്രോച്ച് ചെയ്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കുക, നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, പിന്നെയും അവർ ഇത്രയും വിഷമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഇനിയും തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്പോട്ടുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ഓക്കെ, ഒട്ടും വിഷമിക്കാതിരിക്കുക. നമുക്ക് സ്പോട്ടുകൾ വരെ അവസരങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ബെസ്റ്റ് നോക്കാം. ഓക്കെ, ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ എന്തായിരുന്നു നമ്മൾ അന്നത്തെ ദിവസം പറഞ്ഞത്, എങ്ങനെയാണ് കാറ്റഗറിയുടെയും കൂടെ ബേസിൽ എത്രമാത്രം ഒരു സീറ്റ് അവൈലബിലിറ്റി ആണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, മാം ഇതെങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിൽ അത് എങ്ങനെയാണ് വരുന്നത്, ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാമോ എന്ന രീതിയിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 2025 കറൻ്റ്ലി ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള, അതായത് LBS സെൻറ്ററിൻ്റെ 2024 റാങ്ക് ലിസ്റ്റിൽ നമുക്ക് നോക്കി ഓരോ കോളേജിലും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എങ്ങനെയാണ് സീറ്റ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്, എത്ര പെർസെൻറ്റേജ് വരെ സീറ്റ് ഓരോ കാറ്റഗറിക്കും കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അപ്പോൾ അത് വെച്ചിട്ട് ഒരു കോളേജ് വെച്ചിട്ട് നമുക്കൊന്ന് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ LBS സെൻറ്റർ 2024 റാങ്ക് ലിസ്റ്റ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് LBSൻ്റെ നമ്മുടെ വെബ്സൈറ്റ് വരും. വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ BSc ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ BSc നേഴ്സിംഗ് ഓപ്ഷൻ മാറ്റി കൊടുക്കുക. അതുപോലെ കോളേജ് നമുക്ക് ഏതെങ്കിലും ഒരു കോളേജ് സെലക്ട് ചെയ്യാം അല്ലേ. നമുക്ക് റാൻഡമായിട്ട് ഇപ്പോൾ ALN ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴ നമുക്ക് നോക്കാം. നോക്കുന്ന സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് SL നമ്പർ, റാങ്ക് ലിസ്റ്റ്, ആപ്ലിക്കേഷൻ നമ്പർ, നെയിം, കോട്ട, അലോട്ട്മെൻറ്റ്, ഇൻഡെക്സ് മാർക്ക്, റാങ്ക് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോട്ടൽ സീറ്റ്സിൻ്റെ 50% ഏതിനായിരിക്കും പോകുന്നത്, സ്റ്റേറ്റ് മെറിറ്റിലേക്കായിരിക്കും പോകുന്നത്. ടോട്ടൽ സീറ്റ്സിൻ്റെ 50% സ്റ്റേറ്റ് മെറിറ്റിലേക്ക്, 10% EWSലേക്ക്, 30% SC/BC കാറ്റഗറിയിലേക്ക്, ബാക്കിയുള്ള 10% SC/ST കാറ്റഗറിയിലേക്ക്. ഇങ്ങനെയായിരിക്കും പോകുന്നത് എന്നൊരു ഫോർമുലേഷൻ നമ്മൾ കൃത്യമായിട്ട്, നല്ലൊരു ഫോർമുലേഷൻ നമ്മൾ കൃത്യമായിട്ട് കണ്ടതായിരുന്നു അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ടോട്ടൽ സീറ്റ്സ് നമുക്ക് ജസ്റ്റ് SL നമ്പർ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ടോട്ടൽ സീറ്റ്സ് ഇവിടെ എത്രയാണ്. ടോട്ടൽ സീറ്റ്സ് 73, 74, 80. ടോട്ടൽ സീറ്റ് വരുന്നത് 80 ആണ് ടോട്ടൽ സീറ്റ്സ് വരുന്നത്. ഈ ടോട്ടൽ സീറ്റ്സിൽ നമ്മൾ ജസ്റ്റ് സൈഡിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒന്നാമത്തെ റാങ്കിലിരിക്കുന്ന ആൾ, ഇതിൽ ആമിന അനസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റിലാണ് കോട്ട വന്നിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് ഫസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആളുടെ ഇൻഡെക്സ് മാർക്ക് കണ്ടോ, 300 ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത്. 300 തന്നെ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 39 സീറ്റും സ്റ്റേറ്റ് മെറിറ്റിനാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാൽക്കുലേഷൻ വളരെ കൃത്യമായിട്ട് അല്ലേ, ഏകദേശം കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ 80 സീറ്റാണ്, അതിൽ സ്റ്റേറ്റ് മെറിറ്റിന് എത്ര സീറ്റ് പോയിട്ടുണ്ട്, 39ഓളം സീറ്റുകൾ സ്റ്റേറ്റ് മെറിറ്റിലാണ് പോയിരിക്കുന്നത്. അതായത് ടോട്ടൽ സീറ്റ്സിലെ 50% സീറ്റും ഏതിലേക്ക് പോയി, സ്റ്റേറ്റ് മെറിറ്റിലോട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് മെറിറ്റാണ്. അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻഡെക്സ് മാർക്ക് നോക്കാൻ പറ്റും. 300 കിട്ടിയ കുട്ടികൾക്കാണ് ആലപ്പുഴ ഗവൺമെൻറ് കോളേജിൽ എന്ത് കിട്ടിയിരിക്കുന്നത്, സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ താഴോട്ട് നോക്കുന്ന സമയത്ത് ഒരു 40ാമത്തെ തൊട്ട് സീറ്റ് നോക്കുന്ന സമയത്ത് ഈഴവ, EZ, ഈഴവ, MU, മുസ്ലിം, EW, എക്കണോമിക്കലി വീക്കർ, ഓക്കെ, XS, BK
ഇതെല്ലാം നോക്കുന്ന SC/BC കാറ്റഗറി അല്ലേ. SC/BCക്ക് എത്രയാണ് ടോട്ടൽ ഒരു പെർസെൻറ്റേജ് നമ്മൾ കണ്ടത്? ടോട്ടൽ സീറ്റ്സിൻ്റെ 30 സീറ്റാണ് നമ്മൾ 30% ആണ് ടോട്ടൽ സീറ്റ്സിൻ്റെ 30%. അതായത് മൊത്തം ഉള്ള സീറ്റിൻ്റെ ഇപ്പം 80 സീറ്റാണെങ്കിൽ അതിൽ 50% സീറ്റും ഏതിനായിരുന്നു ഇപ്പോൾ പോയിരുന്നത്? സ്റ്റേറ്റ് മെറിറ്റിലായിരുന്നു പോയിരുന്നത്. ഇനി ബാക്കിയുള്ളതിൽ നിന്ന് 30% സീറ്റ് ഏതിലേക്കാണ് പോകുന്നത്? SC/BCയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൽ നോക്കുക, നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം SC/BCയുടെ അണ്ടറിൽ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ അനുസരിച്ചുള്ള സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിപ്പോൾ നമ്മൾ ഒരു കോളേജ് മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഓരോ കോളേജും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്കും കൂടെ കണ്ടോ, അവർക്കെല്ലാം 300-ൽ 300 ഇൻഡെക്സ് മാർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ വരുമ്പോൾ അതിൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് 299.17, അതിൽ താഴേക്ക് വരുമ്പോൾ 297.5, 51, 296.67, അങ്ങനെ ലാസ്റ്റ് DKക്കാണ് 270 ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചുള്ളൊരു, അതായത് ആ പോപ്പുലേഷന് അനുസരിച്ചുള്ളൊരു സീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കും, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് ഏതാണ്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള 2024 റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കോളേജസും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ കോളേജസിൻ്റെയും സീറ്റ് അവൈലബിലിറ്റി ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. കമ്മ്യൂണിറ്റി ബേസ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, കൂടുതലായിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ മെൻഷൻ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.